ഒന്ന് ഇറങ്ങിക്ക, ഇറങ്ങാതെ വേഗം 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 ഇറങ്ങ്, ഒന്ന് വേഗം ഇറങ്ങ് ചേട്ടാ, ഒന്ന് വേഗം ഇറങ്ങ്, ഇറങ്ങ 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 ഇറങ്ങ്. എന്തേലും ഇതും കൂടെ എടുത്തോ. ഇന്നത്തെ പ്രോഗ്രാം എവിടെയുള്ളത്? ആ, അതപ്പുറത്തെ കവലയിലായിക്കോട്ടെ. മക്കളെ റോഡിൽ നിന്ന് മാറി നിൽക്കാം. സുമേഷേ, ഇത് നോക്കിയേ, ഈ വാർത്ത കണ്ടാ നീ? എങ്ങോട്ടാ മോളെ? എവിടെ പോവാനാ? വാ, ഞാൻ കൊണ്ടാക്കി തരാം. ഓട്ടോ ഉണ്ട്, ഒന്ന് കേറിക്കോ. പോവാമേ. നടക്ക. ഒരു മന്ത്രി കൂടി കേസിനകത്തായെന്നോ? മോളെ അങ്ങോട്ടിരിക്കാം. ഇതുവരെ ഇവരിവിടുന്ന് പോയില്ലേ? ഇതെന്താ ഇരുട്ടിട്ട് ഇവർ ഇവിടെ തന്നെ ഇരിക്കുന്നത്? മണി എത്രയായിരുന്നു? അബ്ദുവേ, ഞാൻ കടയങ്ങ് അടച്ചു. അതെന്താ ഇത്ര നേരത്തെ? ഈ മഴയത്ത് ആര് വരാനാ? അബ്ദുവേ, എന്റെ ബെഞ്ചേ ആ ബസ്സേ വന്നിറങ്ങി തള്ളയും മക്കളും ഇരിപ്പുണ്ട്. എന്താ ഏതാണെന്ന് ചോദിച്ചിട്ട് ഒരു മറുപടിയും പറയുന്നില്ല. ഞാനും ശ്രദ്ധിച്ചായിരുന്നു. ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. ആരേലും കാത്തിരിക്കായിരിക്കും. കാത്തിരിക്കട്ടെ. അപ്പൊ ഞാനങ്ങ് പോവാ. നാളെ കാണാം. നാളെ കടയില്ലല്ലോ. ഓ, ഡേ ആഫ്റ്റർ ടുമോറോ. അപ്പൊ ശരി ശരി ശരി. അതെ, നിങ്ങൾ എവിടുന്നാ? അല്ല, ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ആരെങ്കിലും കാത്തിരിക്കുകയാണോ?
അതെ, നിങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കണ്ട. ഈ സ്ഥലം അത്ര ശരിയല്ല. നിങ്ങൾ കുറേ നേരമായി ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ കൂടെ വീട്ടിലേക്ക് പോരൂ. പോവാ. പേടിക്കണ്ട, പോന്നോളൂ. വാ മക്കളെ. പേടിക്കണ്ട മക്കളെ, പോന്നോളൂ. വാ. വാ മോനെ. മോനെ. എന്താ അവിടെ നിന്ന് കളഞ്ഞേ? കേറി വാ. ജമീല, ജമീല. ജമീല. ദാ വരുന്നിക്കാ. ഞാൻ അടുക്കളയിലെ പണിയിലായിരുന്നു. ആ എന്നാ ഇതാരേക്കാ? ആ കവലെ തനിച്ച് നിൽക്കുന്ന കണ്ടപ്പോ ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഓ, ഞാൻ ചോദിച്ചിട്ട് അവരൊന്നും പറയുന്നില്ല. ആരാ എന്താ വേണ്ടതെന്നൊക്കെ നീ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കി. കേറി വാ. കയറി വാ. വാ. ആ ഇത് എൻ്റെ ഭാര്യ ജമീല. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഇവളോട് പറഞ്ഞാൽ മതി. ആ ഞാൻ നിസ്കരിച്ചില്ല, മഴ കാരണേ. ഞാൻ നിസ്കരിച്ചിട്ട് വരാം. ഇവർക്ക് കുടിക്കാൻ വല്ലതും കൂടെ. നിങ്ങൾ ഇങ്ങോട്ടിരിക്കെ, ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാം. ഉം. ഇരിക്കെ. ചായ കുടിക്ക്. കുടിച്ചോ മോളെ? കുടിക്കേ. പേടിക്കണ്ട മോളെ. ഈ കുട്ടികളൊക്കെ ഇത് എൻ്റെ കൊച്ചുമക്കളാ. ഇതെൻ്റെ മോളുടെ മക്കളാ. ഈരാറ്റുപേട്ടയ്ക്കടുത്തായിരുന്നു വീട്. മോള് ജനിച്ചതിന് ശേഷം അവളുടെ അച്ഛൻ പോയി. പിന്നീട് മറ്റു ജോലികളൊക്കെ ചെയ്താ ഞാൻ അവളെ വളർത്തിയത്. ഒരു ദിവസം ജോലിക്കിടയിൽ ഞാൻ വീണ്ടും വയ്യാതായി. സ്വന്തക്കാരും എനിക്കില്ല. വീട്ടുകാരാണെങ്കിൽ അദ്ദേഹത്തിന്റെ മരണശേഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല. എനിക്ക് വയ്യാത്തോണ്ട് പിന്നെ മോളാ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അവളുടെ കൂടെ പണിയെടുത്തോണ്ടിരുന്ന യുപിക്കാരൻ പയ്യനുമായിട്ട് അവൾ ഇഷ്ടത്തിലായി. വീട്ടു ചെലവെല്ലാം അവൻ നോക്കിക്കൊണ്ടിരുന്നു. പിന്നീട് അങ്ങോട്ട് മോള് ജോലിക്ക് പോകേണ്ടി വന്നില്ല. ഒരു ദിവസം മോളെ കല്യാണം കഴിച്ചോട്ടെന്ന് ചോദിക്കാൻ അവൻ വീട്ടിൽ വന്നു. അവൻ മുസ്ലിമും അന്യ സംസ്ഥാനക്കാരനായതുകൊണ്ട് ഭർത്താവിന്റെ വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കി. അത് പിന്നെ പാർട്ടിക്കാരെ ഏറ്റെടുത്തു. അവനെ അവരൊരുപാട് തല്ലി. കുറെ നാള് കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നു. എന്നെയും മോളെയും കൂട്ടി അവന്റെ നാട്ടിലേക്ക് പോയി. ഇവിടെ നിന്ന് സമ്പാദിച്ച കുറച്ചു പണവുമായി അവിടെ ഒരു കട തുടങ്ങി. ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് 2 കുട്ടികളുമായി, ഒരാണും ഒരു പെണ്ണും. അവരും ഞങ്ങളെല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. പക്ഷേ ഒരു ദിവസം ഊണിനുള്ള സാധനങ്ങളും ഇറച്ചിയും മറ്റും വാങ്ങാൻ പോയതാ എന്റെ മരുമോൻ അഹമ്മദ്. പിന്നെ അവൻ തിരിച്ചു വന്നില്ല. വാർത്തകളിൽ കൂടി ഞങ്ങൾ അറിഞ്ഞത് കുറെ പേരുകൂടി എന്റെ മോനെ തല്ലിക്കൊന്നെന്ന്. അതിനുശേഷം കുറെ പേര് വീട്ടിൽ വന്ന് പേരൊക്കെ ചോദിച്ചു. പിന്നെ വീടിന് തീ വെച്ചു.
അതിലെനിക്ക് ഗർഭിണിയായ എൻ്റെ മോളെ നഷ്ടമായി. പിന്നെ ഞങ്ങൾക്ക് പോകാൻ ഇടവില്ലാണ്ടായി. അങ്ങനെ ഇവിടെയുള്ള വീട് തിരക്കി വന്നതാ ഞങ്ങള്. പക്ഷേ ഈ സ്ഥലമൊക്കെ ഒരുപാട് മാറിപ്പോയി. വീട് നിന്ന സ്ഥലം പോലും തിരിച്ചറിയാനാവുന്നില്ല. അത് വേറെ ആരോ കൈക്കലാക്കി അവിടെ എന്തോ കെട്ടിടങ്ങളും വന്നു. എങ്ങോട്ട് പോണോന്നറിയാതെ നിന്നപ്പോഴാ ഇദ്ദേഹം വന്ന് വിളിച്ചത്. നിങ്ങളിനി എങ്ങും പോകണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ഈ കുട്ടികളെ ഇനി ഞങ്ങൾ നോക്കിക്കോളാം. അമ്മ വിഷമിക്കണ്ട. മോന്റെ പേരെന്താ? അമീൻ. ആ, നല്ല പേരാണല്ലോ മോന്റെ. അമീൻ, സത്യസന്ധതയുള്ളവൻ. മോളുടെ പേരോ? അമീറ. ആ, നിങ്ങളിനി എങ്ങും പോകണ്ട, ഇവിടെ നിന്നോ. ഉം. അല്ല, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ജമീല, നിങ്ങളെ ഇവിടെ വീട്ടുജോലിക്കൊന്നും കൊണ്ടുവന്നതല്ല. വെറുതെ ഇരുന്നോണ്ട് ചെയ്തതാ നീ ഇക്ക. ഇത് കണ്ടില്ലേ? എന്താ ഞാൻ പറഞ്ഞതായിക്ക കേക്കണ്ടേ? ആ, നിങ്ങൾ അവിടെ ഒതുങ്ങി ഇരുന്നോണ്ടാ മതി, ഒന്നും ചെയ്യണ്ട. മക്കളേക്ക് വന്നേ. ഉപ്പുപ്പ കടവിൽ പോയിട്ട് വരാൻ കേട്ടോ. മക്കൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ദാ ജമീലാമ്മയോട് പറഞ്ഞാ മതി കേട്ടാ. പോയിട്ട് വരാം. എന്നിട്ടോ ജമീല, മീനും പച്ചക്കറിയും ഒക്കെ ഞാൻ ആ ഓട്ടോക്കാരൻ റിയാസിന്റെ കൊടുത്തു വിടാം. ആ. പിള്ളേർക്ക് എന്നാ വേണ്ടെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കണം. ഉം. പ്രത്യേകം നോക്കിക്കോണേ. ശരി. ആ, ആരേ ആരേ എന്തോ? ആ, മനസ്സിലായി മനസ്സിലായി, ഇപ്പൊ തരാം. ആ, നിങ്ങളിങ്ങ് പോര്, ചായ റെഡി. എന്നോടാണോ കളി? ആ ജമാലേ, അല്ലേലും ഈ പത്രം തുറന്ന കലാപം, കൊലപാതകം, കത്തിക്കുത്ത് ഇത് മാത്രമേ ഉള്ളൂ. മനുഷ്യന്മാരെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ മനസാക്ഷി ഇല്ലാത്ത വർഗങ്ങളാ. ആ, ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള മനുഷ്യന്മാരുടെ ഈ തമ്മിത്തല്ലല് ആദനബിയുടെ കാലത്ത് തൊട്ടുള്ളതാ. നമ്മൾ എങ്ങനെ ജീവിക്കണം, എന്ത് കഴിക്കണം, എപ്പം മരിക്കണമെന്ന് തീരുമാനിക്കുന്ന കാലത്തിലായി ഇപ്പൊ നമ്മൾ ജീവിക്കുന്നു. എന്റെ പൊന്നബ്ദു, അതിന് ഇവന്മാരൊക്കെ മനുഷ്യരാണോ? എന്നാ മൃഗങ്ങളാണോ എന്ന് ചോദിച്ചാൽ മൃഗങ്ങൾക്ക് നാണക്കേടാകും. സത്യം പറയാമല്ലോ, വിശക്കുമ്പോഴല്ലാതെ ഒരു മൃഗം മറ്റൊരു ജീവിയെ കൊല്ലാറില്ല. അതാണോ? പടച്ചോനെ, എല്ലാം നീ കാണുന്നുണ്ടല്ലോ. എല്ലാരെയും കാത്തോണേ പടച്ചോനെ. അബ്ദുക്കാ, ഓ, ഞാൻ വരുന്നു. ഇവിടുത്തെ തിരക്കൊന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ അങ്ങോട്ട് വരാം. ആ, ശരി. എന്നാ അങ്ങോട്ട് ചെല്ലേ. ശരി. ജമീലാത്ത, കുറച്ച് മുളക് പൊടി ഉണ്ടെങ്കിൽ താ. കറിക്കിടാൻ നോക്കിയപ്പോ കാണുന്നില്ല. വൈകിട്ട് മേടിക്കുമ്പോ തരാം. അതൊന്നും സാരമില്ല, ഇപ്പൊ എടുത്തു തരാം. ഇന്ന് കറിക്ക് എന്താ വെച്ചിരിക്കുന്നേ? സാമ്പാറും തോരനും. ഇതാരാ? അത് ഇക്കാന്റെ കൂട്ടുകാരന്റെ ഭാര്യ. മക്കളും ഉണ്ട്, അപ്പുറത്ത് കളിക്കുക. വൈകിട്ട് തരാം. അതൊന്നും വേണ്ട. ഇവിടെ അടുത്തുള്ളതായിരിക്കും അല്ലേ? ആ, ഇതവിടെ അടുത്തുള്ളതാ. ശരി. ഓക്കെ, ശരി. എന്താ മക്കളെ ഇത്? ചോറ. ഇതാരാ നിങ്ങളെ തന്നു വിട്ട്? ജമീലാമ്മ കൊണ്ടുവരാൻ ഇറങ്ങിയതാ. അപ്പൊ ഇവനെ കൊടുത്തോളാന്നാണ് വാങ്ങിച്ചോണ്ടല്ലേ. മക്കൾ ഇതൊന്നും ചെയ്യണ്ട കേട്ടോ. ദാ, ഇത്.
എടുത്തോ. മോന് മതിയോ? അത് മതിയോ ചേച്ചിക്ക്? ചേച്ചി ഇതൊന്ന് പൊട്ടിച്ചേരോ? നീ തിന്നോ? ഭയങ്കര മധുരാക്കിയേ. അങ്ങനെ ചെയ്യല്ലേ. ചേച്ചി എനിക്കതും കൂടെ തരാമോ? നായരേ, ഓ ഇവരൊന്ന് നോക്കിക്കോണേ. ആ. പിള്ളേരെ അങ്ങോട്ട് വരും. ആ. ഞാനൊന്ന് പള്ളിയിൽ പോയിട്ട് വരാം. ഓ പോയിട്ട് വാ അബ്ദു. മക്കൾ അവിടെ പോയിരുന്നോ? ഉപ്പൂപ്പ പള്ളിയിൽ പോയിട്ട് പോ. വാ. മക്കളെ, നിങ്ങളുടെ വീട് എവിടെയാ? അങ്ങ് ദൂരെയാ. ആഹാ, എന്താ പേര്? ഇവന്റെ പേര് അമീൻ, എന്റെ പേര് അമീറ. ഓ, മിടുക്കൻ. സത്യം പറ പിള്ളേരെ, നിങ്ങൾ എവിടെന്നാ? പറ പിള്ളേരെ, നിങ്ങളോട് ചോദിച്ചു കേട്ടില്ലേ? മിണ്ടാതിരിടാ, ചുമ്മാ പിള്ളേരെ പേടിപ്പിക്കാതെ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കാമേട്ടാ. ആ മേത്തന്റെ വീട്ടിൽ പുതിയതായിട്ട് വന്ന പിള്ളേരാതാണെന്ന് അറിയണമല്ലോ. അയാളുടെ ചിന്ന വീട്ടിലെ സെറ്റപ്പ് ആണെങ്കിലോ? ഓടാ, ചുമ്മാ വേണ്ടാതിനും പറയാതടാ. നിനക്കൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് അബ്ദുവിനോട് ചോദിക്ക്. ആ ദേ അബ്ദു വരുന്നുണ്ട്. എന്താ രാമനായ? ഓ ഒന്നുമില്ലടൂ. എന്താ പ്രശ്നം? എന്താ മക്കളെ? ഇവർക്ക് തന്നോട് എന്തോ സംശയം ചോദിക്കാനുണ്ടെന്ന്. അല്ല, ഈ പുതിയതായിട്ട് വന്ന പിള്ളേരേതാന്ന് അന്വേഷിക്കുകയായിരുന്നു. ഓ അതിപ്പോ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഓ അങ്ങനാണോ? ആ, എന്നാൽ നമുക്കൊന്നുകൂടെ കാണേണ്ടി വരും. കാണാം. ഉം. അബ്ദു, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അവന്മാര് വിഷവിത്തുകളാ. നമുക്ക് പടച്ചോൻ തുണയുണ്ട് നേരെ. അബ്ദു, സത്യത്തിൽ ഈ പിള്ളേരേതാ? എവിടുന്നാ? ഓ, വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ അബ്ദു. അതേ, ആ കുട്ടികൾ ഇനി തൻ്റെ കൂടെ തന്നെ കാണുമോ? എന്റെ മകൻ നഷ്ടപ്പെട്ട വേദന ഇന്നും മാറിയിട്ടില്ല. അതിന് പകരമായി പടച്ചോൻ തന്നതാ രാമനായര്. രണ്ടു മക്കളെ. മക്കളെ, നിങ്ങൾ ഏത് ക്ലാസ്സിലൊക്കെയാ പഠിക്കുന്നത്? പടച്ചോനെ, ഞാൻ ആ കാര്യം അങ്ങ് മറന്നു. മക്കള് സ്കൂളിൽ പോകുന്ന കാര്യം ഞാൻ ഇവരുടെ വല്യമ്മയോടൊന്ന് ചോദിക്കും. മക്കള് വീട്ടിൽ പോയിക്കോ. നാളെ പോലെ നമുക്ക് സ്കൂളിൽ പോവാം കേട്ടോ. പോട്ടെ. മക്കളെ ചെല്ലു. സൂക്ഷിച്ചു പോണേ. ശരി ഉപ്പൂപ്പ. എന്താണ് ജേസ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ഇതാരാ? നമസ്കാരം സർ. എന്താണ് മിസ്റ്റർ, അകത്തേക്ക് കടന്നു വരുമ്പോൾ പാലിക്കേണ്ട മിനിമം മാനേഴ്സും പോലും തനിക്കറിയില്ലേ? ക്ഷമിക്കണം സാറേ. എന്നാ നിങ്ങൾ ഇരിക്കേ. അഡ്മിഷന്റെ കാര്യത്തിന് വേണ്ടിയാണോ? അതെ സാറേ. താൻ പോയിട്ട് വാ. സാർ. കുട്ടികളെ ഇവിടെ ചേർക്കാവുന്ന കരുതി വന്നാ. ആ ടി സിയും കോൺട്രാക്ട് സർട്ടിഫിക്കറ്റും ഒന്ന് കാണിച്ച്. സാറേ, ഈ കുട്ടികൾക്ക് അച്ഛനും അമ്മയും ഒന്നുമില്ല. വളരെ വടക്കുന്ന് വന്നവരവര്.
സോറി മിസ്റ്റർ, പേരെന്താണെന്ന് പറഞ്ഞത്? അബ്ദു. സി മിസ്റ്റർ അബ്ദു, ഇതൊരു റെപ്യൂട്ടഡ് സ്ഥാപനമാണ്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇവിടെ അഡ്മിഷൻ കൊടുക്കാൻ നിർവാഹമില്ല. നിങ്ങൾക്ക് ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ടല്ലോ. സാറേ, ഈ കുട്ടികളുടെ ഭാവിയെ ഓർത്തെങ്കിലും. ഇത് മാനേജ്മെന്റ് തീരുമാനമാണ്. ഇങ്ങനെയുള്ള കുട്ടികൾ ഇവിടെ പഠിക്കുന്നത് സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. മാത്രമല്ല അത് മറ്റു കുട്ടികളെ ചീത്തയാക്കുകയും ചെയ്യും. പിന്നെ അഡ്മിഷനെല്ലാം കൂടി വലിയൊരു തുകയാവും. അത് നിങ്ങളെ പോലെ ആൾക്കാർക്ക് താങ്ങാനും പറ്റില്ല. മനസ്സിലായോ? എന്നാ ആയിക്കോട്ടെ. ഓരോ മനുഷ്യന്മാരിങ്ങനെ ആയാൽ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മളെന്താ ചെയ്യുക? മോക്ക് വിഷമായോ? മോന് വിഷമായോടാ? നിങ്ങൾ വിഷമിക്കണ്ട. ആ സ്കൂളല്ലേലും പഠിക്കാൻ കൊള്ളിയല്ല. അവിടെ പഠിച്ച മനുഷ്യന്മാരാകാൻ നോക്കൂല. നമുക്ക് വേറെ സ്കൂൾ നോക്കാം. അതെ, ഇനി ഉപ്പുപ്പ പഠിച്ച സ്കൂളുണ്ട്, നമുക്ക് അവിടെ നോക്കാം. ഇതൊരു ഗവൺമെന്റ് സ്കൂളല്ലേ അബ്ദുക്ക? നമ്മൾ പഠിച്ചതിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പൊ എന്താ ചെയ്യുക? കാര്യങ്ങളൊക്കെ ഒത്തിരി അങ്ങ് മാറി. എന്തായാലും സാർ എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കി തരണം. പിള്ളേരെ ക്ലാസ്സിൽ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവർക്ക് TC മറ്റു രേഖകളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ റെക്കോർഡ്സ് കാണത്തില്ല എന്നേ ഉള്ളൂ. അത് രണ്ടു കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ കാര്യ. ആ, വിഷമിക്കണ്ടേക്ക. ഞാൻ എൻ്റെ അസോസിയേഷൻ കോണ്ടാക്ട്സ് വെച്ച് ഇവരുടെ അഡ്മിഷൻ ഞാൻ ലീഗലാക്കി തരാം. പിന്നെ ഭരിക്കുന്നത് നമ്മുടെ പാർട്ടിയല്ലേ. അപ്പോൾ എന്തായാലും പിള്ളേർ നാളെ മുതൽ സ്കൂളിൽ വരട്ടെ. നന്ദിയുണ്ട് സാറേ. ഓ, ഒന്ന് പോയിക്കാം. അപ്പം ശരി എന്നാ. ഓ ശരി. ഇപ്പൊ മക്കൾക്ക് സന്തോഷായില്ലേ? പോകാം. അതേ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഇന്നെങ്ങാനും തീരുവോടൂ. ഏത് മക്കള് വന്നല്ലോ. നന്നായിട്ട് പഠിച്ചോണം. ദേ വണ്ടിയൊക്കെ വരുന്ന നോക്കി സൂക്ഷിച്ചു പോകണം കേട്ടോ. ആ അമീനെ പതുക്കെ പോ. ആ, വന്നല്ലോ ടീച്ചറെ. ഇതാ ഞാൻ പറഞ്ഞ കുട്ടികൾ. ഇത് അമീറ, ഇത് അമീൻ. ഇവരെ ക്ലാസ്സിലോട്ട് കൊണ്ടുപോകും. ആയിക്കോട്ടെ. ആ പിന്നെ ടീച്ചറെ, ഞാൻ പറഞ്ഞൊന്നും മറക്കണ്ട. അതൊക്കെ ഞാൻ നോക്കിയോളാം മാഷേ. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. ഇത് അമീറ, നിങ്ങളുടെ പുതിയ കൂട്ടുകാരിയാ. ഹായ്. അവിടെ പോയിരുന്നോ? മോളായിരുന്നു. സ്കൂളിൽ പോയിട്ട് എങ്ങനെയുണ്ട്? സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ? ടീച്ചർമാരൊക്കെ എങ്ങനെ? നല്ല ടീച്ചർമാർ തന്നെ. ടീച്ചർമാരോടൊക്കെ നല്ല ബഹുമാനത്തോടു കൂടി പെരുമാറണം. അപ്പൊ അവര് നന്നായിട്ട് പഠിപ്പിക്കും. ആ കൂട്ടുകാരികളെയൊക്കെ കിട്ടിയോ? പുതിയ കൂട്ടുകാരൊക്കെ കിട്ടി. എല്ലാരോടും നല്ല സ്നേഹത്തോടു കൂടി പെരുമാറിയ ഇഷ്ടം പോലെ കൂട്ടുകാരികളെ കിട്ടും. അവനെവിടെ? മോനെ ഉറങ്ങിയോ? ആ ഉറങ്ങട്ടെ, ഉറങ്ങട്ടെ. അയ്യോ ചേച്ചി വീണു. ഓ, പതുക്കെ പതുക്കെ പതുക്കെ. എന്തെങ്കിലും പറ്റിയോ? ഇവിടെ മുറിഞ്ഞല്ലോ. ഇല്ല ഇല്ല ഇല്ല. വേദനിക്കുന്നുണ്ടോ ചേച്ചി? കരയണ്ടോ? പോയി പോയി പോയി.
പോട്ടെ കേട്ടോ. ബാ, പേടിക്കണ്ട, ചോരപ്പ് നിന്നോളൂ. എന്താ പേര്? അമ്മു. പുതിയ അഡ്മിഷൻ ആണോ? ആ, എന്താ പേര്? എന്റെ പേര് അമീറ. ഇതെന്റെ അനിയനാ അമീൻ. അമീറ വേഗം വാ, ഇപ്പൊ ക്ലാസ് തുടങ്ങും. ആ, ആ ഓ അത് ഞാൻ പള്ളി കഴിഞ്ഞിട്ട് അങ്ങ് വന്നേക്കാം. ആ ശരി, ഇത് പിള്ളേർ വന്നു. ആ ഇതാരാ കൂട്ടുകാരിയാ? അമ്മു. ആ അമ്മ ചേച്ചിയുടെ കാലും മുറിഞ്ഞല്ലോ. കാല് മുറിഞ്ഞോ? എവിടെ നോക്കട്ടെ. സുമേഷേ, അവിടെ നടക്കുന്ന എന്നാന്ന് കണ്ടോ? കണ്ടു. നീ വീഡിയോ എടുക്ക്, വീഡിയോ. നീ വീഡിയോ എടുത്ത് വെക്ക്. വീഡിയോ ശരി, പണി കൊടുക്കാം. ശരി, നീക്കി പിടിക്കടാ. സൂം ചെയ്യ്. സാരമില്ല, ഇച്ചിരി തൊലി പോയതേ ഉള്ളൂ. സൂക്ഷിച്ചു പോകണേ മക്കളെ. രക്ഷാബന്ധന മഹോത്സവത്തോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മാന്യമിത്രങ്ങൾക്കും സ്വാഗതം. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും അടയാളമായിട്ടാണ് ലോകമെങ്ങും ഇന്ന് രക്ഷാബന്ധന മഹോത്സവം കൊണ്ടാടുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം നിങ്ങളുടെ കൈകളിലേക്ക് രാഖി എത്തിക്കും. പരസ്പരം മുഖാമുഖം തിരിഞ്ഞു നിന്ന് വലത് കൈകളിൽ നിങ്ങൾ രാഖി കെട്ടേണ്ടതാണ്. ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൈ മുറിഞ്ഞ സമയത്ത് രുക്മിണി ദേവി അടക്കമുള്ള ഭാര്യമാർ കയ്യിൽ കെട്ടാൻ വേണ്ടി തുണിയെടുക്കാൻ പോയി. ആ സമയത്ത് തൊട്ടടുത്തുണ്ടായിരുന്ന പാഞ്ചാലി അവരുടെ പട്ടുസാരി കീറിയ ശേഷം ആ മുറിവിൽ കെട്ടി. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഓരോ ഭാരതീയനും ഇന്നും രക്ഷാബന്ധന മഹോത്സവം ആഘോഷിക്കുന്നത്. എടാ ഞാനൊന്ന് നോക്കട്ടെ, ഒന്ന് തരുവോ? ഇല്ല, ഞാൻ തരൂല. എടാ ഒന്ന് താടാ, എന്ത് കഷ്ടാടാ. ഇല്ല, ഞാൻ തരൂല. എന്നാ ഞാനൊന്ന് നോക്കട്ടെ. ആശ ടീച്ചർ എന്ത് രസമായിട്ടല്ലേ ക്ലാസ് എടുക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. നിക്കടി അവിടെ. നിങ്ങൾ പൊക്ക പിള്ളേരെ. നീ ആടെ ഇറക്കാം ഞങ്ങളുടെ കൊച്ചിനെ രാഗി പൊട്ടിക്കാനായിട്ട്. നീ മൊട്ടേന്ന് പോലും വിരിഞ്ഞില്ലടാ നീ. ഇറക്കാം, നിന്നോടായി ചോദിച്ചത്. കിടന്ന് മോങ്ങുന്നോ? എന്താ മക്കളെ, എന്താ? ഒപ്പ ഇവനോടെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഏതോ ഒരു കൊച്ചിന്റെ കയ്യിൽ അറിയാതെ പിടിച്ച് രാഖി പൊട്ടിപ്പോയി. അപ്പൊ രണ്ട് ചേട്ടന്മാർ വന്നിട്ട് നമ്മൾ കൊറേ വഴക്ക് പറഞ്ഞു. മോൻ കരയാതെ, മോള് കരയാതെ. ഞാൻ ചോദിക്കാം, ഉപ്പുപ്പ ചോദിച്ചോളാം അവരോട് കേട്ടോ. നിങ്ങൾ വിഷമിക്കണ്ട, വേണ്ട മക്കളെ വിഷമിക്കണ്ട. അബ്ദുക്ക, കുട്ടികളെ മര്യാദയ്ക്ക് വളർത്തണം കേട്ടോ. മക്കള് വീട്ടിലേക്കല്ലേ, വയ്ക്കോ. ആ നിങ്ങൾക്ക് നാണം ഉണ്ടോടാ ഈ കൊച്ചു കുട്ടികളോട് വഴക്കുണ്ടാക്കാൻ? അവൻ കൊച്ചല്ലേ, അവന് ഇതിനെ കുറിച്ച് വല്ല അറിയാവോ? പിന്നെ മുട്ടയെന്ന് വരുന്നതിന് മുമ്പ് രാഗിയൊക്കെ പൊട്ടിച്ചേരാനുള്ള കഴിവൊക്കെ ഉണ്ട്. അതൊന്നും തെറ്റാന്നറിയാനുള്ള വളർച്ച ആയില്ലെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സറിച്ച് വിഷമല്ലേ പറഞ്ഞാൽ നിങ്ങളുടെ ഒന്നും തലേ കയറിയല്ല. ഇവൻ ഞങ്ങളുടെ സംസ്കാരത്തെ ആചാരങ്ങളെ അപമാനിക്കുകയാണ് ചെയ്തത്. ഒന്ന് നിർത്തടാ. ഒരു രാഖിയിലാണോ നിന്റെയൊക്കെ സംസ്കാരം ഇരിക്കുന്നത്? ആദ്യം ഹിന്ദു എന്താണെന്ന് പോയി പഠിച്ചിട്ട് വാടാ. നിങ്ങൾക്ക് ഇത്ര കൊള്ളാൻ ഈ കാർന്നൂരും പിള്ളേർ നിങ്ങളുടെ ആരും അല്ലല്ലോ, ആണോ?
അബ്ദുക്ക നിങ്ങളുടെ ആരായി കുട്ടികള്? അതൊക്കെ വിശദമായിട്ട് പിന്നെ ഞാൻ പറയാം. തൽക്കാലം നീയൊക്കെ പോ. വാടാ. അസ്സലാമലൈക്കും. എന്തായി രാത്രി എല്ലാരും കൂടെ? അബ്ദുക്ക, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളുണ്ടാവും കൂടെ. ഇന്നവര് നമ്മുടെ വേനെ തൊട്ട്. പയ്യനെ തൊട്ടിട്ടൊന്നുമില്ല, പിള്ളേര് തമ്മിലുള്ള പ്രശ്നമല്ലേ. നമ്മൾ വലിയൊരു ഇടപെട്ട് വിഷയം വഷളാക്കണോ? നിങ്ങൾക്കത് പ്രശ്നമില്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഇന്ന് അമ്മീനെ തൊട്ടോലെ മറ്റൊരു കുട്ടിയെ നാളെ തൊട്ടാലോ? എന്റെയും എന്റെ കുടുംബത്തിന്റെയും കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട. ഞാനത് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് അവരെ പേടിയായിരിക്കും, ഞമ്മക്ക് അങ്ങനെയല്ല. ദേ അബ്ദുക്ക, മുസ്ലിമിന്റെ പ്രശ്നം നമ്മുടെ പ്രശ്നമാണ്. നിങ്ങൾ വിട്ടോ, അത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. ഇക്ക, ആ കുട്ടി ആകെ പേടിച്ചിരിക്കുക. എവിടാ? ആ മുറിയിലുണ്ട്. മക്കളെ എങ്ങനെയുണ്ട്? സാരമില്ല കേട്ടോ. സാരമില്ല. ഞങ്ങള് കാരണം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടായി അല്ലേ? എന്ത് ബുദ്ധിമുട്ട്? അല്ല, അവന്മാരും വല്ല ഊരക്കേടും പറഞ്ഞെന്ന് കരുതി അതൊന്നും കാര്യമാക്കണ്ട. എന്നാലും ഒരെന്നാലും ഇല്ല. പനിയൊക്കെ കുറഞ്ഞല്ലോ മക്കളെ. നമുക്കൊന്ന് എഴുന്നേറ്റിരിക്കാം. ഇങ്ങനെ കിടന്നാലേ ഒരു പനി കുറയത്തില്ല. വാ. മക്കൾക്ക് ഉപ്പുപ്പ ഒരു കഥ പറഞ്ഞു തരാം. മോളും വന്നിരിക്കും ഇവിടെ. പണ്ട് ഒരിടത്ത് ഒരു രാജാവിന് അതിസുന്ദരിയായ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. ഒരു ദിവസം ഈ രാജകുമാരിയെ ഒരു രാക്ഷസൻ തട്ടിക്കൊണ്ടുപോയി. രാജാവിന് വളരെ സങ്കടമായി. തന്റെ ഓമനപുത്രിയല്ലേ തട്ടിക്കൊണ്ടുപോയത്. രാജാവ് എന്ത് ചെയ്തു? ഒരു വിളംബരം അങ്ങ് നടത്തി. തന്റെ മകളെ രക്ഷിച്ചു കൊണ്ടുവരുന്നവരാരായാലും അവർക്ക് രാജകുമാരിയെ വിവാഹം ചെയ്തു കൊടുക്കും. ഒരുപാട് രാജകുമാരന്മാരും യുവാക്കളും രാജകുമാരിയെ തേടിപ്പോയി. പക്ഷെ എന്ത് ചെയ്യാനാ? ഭയങ്കരനായ ആ രാക്ഷസൻ അവരെ മുഴുവൻ ജീവനോടെ ഭക്ഷിച്ചു കളഞ്ഞു. ഈ സമയത്ത് അങ്ങ് ചന്ദ്രനിൽ നിന്നൊരു രാജകുമാരൻ ഇങ്ങ് താഴേക്ക് നോക്കി, ഭൂമിയിലേക്ക്. അപ്പൊ ഭൂമിക്ക് വല്ലാത്തൊരു തിളക്കം. ഇതെന്താണെന്നറിയാൻ ആ രാജകുമാരൻ തന്റെ സ്വർണ്ണച്ചിറകുള്ള കുതിരയുടെ പുറത്ത് കയറി ഇങ്ങ് ഭൂമിയിലേക്ക് പറന്നു വന്നു. താഴെ വന്നിറങ്ങുകയും ടപ്പെന്ന് കണ്ണു തുറന്നു. ഉറക്കത്തിലായിരുന്നു, സ്വപ്നം കണ്ടതല്ലേ. എന്നാ നീ വിട്ടോ, നാളെ കാണാം. എന്നാ ശരിടാ. സുമേഷേ, എന്തിനാടാ നീ കുട്ടികളെ ഉപദ്രവിച്ചേ? അത് ചോദിക്കാൻ നീ ആരാ? ഞാനാരെങ്കിലും ആയിക്കോട്ടെ, ആ കുട്ടികൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലാന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞങ്ങളുടെ ആചാരങ്ങൾക്കെതിരായി ആര് നിന്നാലും ഞങ്ങൾ പ്രതികരിക്കും, അത് ഏതവനായാലും. ആ കളിയൊക്കെ അങ്ങ് ഉത്തരേന്ത്യയില് മതി, ഇത് കേരളമാ. അതൊക്കെ ഞങ്ങൾ ചത്തൊടുങ്ങിയിട്ട് മതി നിന്റെയൊക്കെ കളി. ഇവിടെ കേട്ടല്ലോ. അതെന്നാ മീറെ, കേരളം ഭാരതത്തിലല്ലേ? അതോ അങ്ങ് പാകിസ്ഥാനിലാണോ? ഇനിയിപ്പോ എവിടെയാണെങ്കിലും ശരി, ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും, പ്രതികരിക്കേണ്ട കാര്യങ്ങൾ പ്രതികരിക്കുകയും ചെയ്യും. നീ എന്താ ചെയ്യാൻ പറ്റാ ചെയ്യടാ. അതിനാണ് നിങ്ങൾ ഇങ്ങനെ കടിച്ചേരാൻ നിൽക്കുന്നത്. എന്റെ ചേട്ടൻ ഞങ്ങൾ ഇവിടെ ചുമ്മാ നിൽക്കായിരുന്നു, ഇവന്മാരെ നെഞ്ചത്തേക്ക് കയറാൻ വന്നത്. എല്ലാത്തിനും ഒരു സമാധാനം ഇല്ലേ? എന്റെ ചേട്ടൻ ഇതെല്ലാം കേട്ട് ഞങ്ങൾ ചുമ്മാ നിക്കണമെന്നാണ് ഈ പറയണേ. എന്തിനൊരു പരിഹാരമില്ല അമീറേ? ചേട്ടൻ പറഞ്ഞോണ്ട് ഉമ്മാരെ ഞങ്ങൾ വെറുതെ വിടാ. വാടാ മക്കളെ. നിങ്ങൾ ഇനി വഴക്കിനൊന്നും പോകണ്ട കേട്ടോ. വാടാ. ഇതെല്ലാം ആ അബ്ദുക്കയുടെ പരിപാടിയാ. നമ്മൾ ആരാന്ന് കാണിച്ചു കൊടുക്കണം. ഉമേഷേ, നമുക്കൊരു പണി കൊടുക്കണം. നീ ആ പിള്ളേര് കടയിൽ വരുന്ന സമയം നോക്കി എന്നെ വിളിക്കണം. എന്തിനാ? ചെറിയൊരു പണിയുണ്ട്. ആ പിള്ളേരെ ഇയാളെ സഹായിക്കുന്ന വീഡിയോ നീ എടുക്കണം. പണി ഞാൻ ഒപ്പിക്കാം.
അയ്യോ അമ്മമ്മേ എന്താ പറ്റി അമ്മേ? അമ്മമ്മേ എന്താ പറ്റി? അമ്മമ്മ എന്നാ പറ്റി? അയ്യോ അയ്യോ അമ്മേ, അമ്മമ്മ എന്നാ എന്നാ പറ്റി? പറ്റി? അമ്മമ്മ എന്നാ പറ്റി? അമ്മമ്മേ അമ്മമ്മേ അമ്മമ്മ എന്നാ പറ്റി? അമ്മമ്മ ഇച്ചിരി നടന്നതിന്റെ ആയിരിക്കും, പേടിക്കണ്ട കേട്ടോ. അമ്മമ്മേ അത് നടന്നതിന്റെ ആയിരിക്കും, പേടിക്കണ്ട മോനെ. അമ്മമ്മ എന്നാ പറ്റി? അമ്മമ്മ അമ്മമ്മേ അമ്മമ്മേ എങ്ങനെയുണ്ട് ഇപ്പോ? എഴുന്നേക്കാൻ പറ്റുമോ? എന്നാ പറ്റിയേ? അമ്മമ്മ എന്നാ പറ്റി? അമ്മമ്മ അമ്മമ്മേ എന്നാ പറ്റിയേ? എന്നാ പറ്റിയേ? ഇച്ചിരി നടന്നതിന്റെ ആയിരിക്കും. ഇനിയിപ്പോ നമുക്ക് ഇവിടെ ഇരിക്കണ്ട, എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിൽ പോവാം. ആ നമുക്ക് പോവാം, വാ പോവാം. ഇനിക്ക് അമ്മമ്മേ വാ അതൊക്കെ. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? പതുക്കെ അങ്ങ് നടന്നു പോവാം. വാ. ആരാടാ മരിച്ചെന്ന് കേട്ടെ? ആ ഞാനും കേട്ടായിരുന്നു. അത് എവിടെയുള്ളവരാ? അബ്ദുവിന്റെ വീട്ടിൽ വന്ന ആരോ ആണെന്ന് കേട്ടത്. അറ്റാക്ക് ആയിരുന്നു കേട്ടു. അത് അബ്ദുന്റെ ആരാ? അബ്രാനറിയാം. ഇനിയിപ്പോ എന്ത് ചെയ്യും? 2 പിള്ളേര് കൂടെ ഉണ്ട്. ഇപ്പോഴത്തെ കാലമാ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ നടന്നു കഴിയുമ്പം നമ്മൾ അറിയും. അതെ, എല്ലാം വിധിയല്ലേ. അവരുടെ ബന്ധുക്കളെല്ലാം വന്നിട്ടുണ്ടെന്ന്. ഇവരെന്നെ ചാരി വരാന് ആരിരുന്നിട്ട്. ടീച്ചർ വന്നല്ലോ. ആ ഇരിക്കും. എന്താ ടീച്ചറെ, നിങ്ങളുടെ മൂക്കിന് തുമ്പത്ത് ഇത്രയും വലിയ അക്രമം നടന്നിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേ? അതോ ഇനി അറിയാത്ത പോലെ അഭിനയിക്കുകയാണ്? സുമേഷേ, ആ ഇരിക്കും സുമേഷേ. അതിനെ കുറിച്ച് ചർച്ച ചെയ്യാനല്ലേ നമ്മൾ ഈ ടീച്ചറെ വിളിച്ചു വരുന്നത്. ചായ കുടിച്ചായിരുന്നോ? ഓ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ടീച്ചറുടെ സ്കൂളിൽ ഇപ്പൊ 2 പുതിയ അഡ്മിഷൻ ഉണ്ടായില്ലേ? ആ സ്റ്റേഷനറി കട നടത്തുന്ന അബ്ദുഖാന്റെ കെയർ ഓഫിൽ. അബ്ദുഖാന് മക്കളൊന്നുമില്ല, ഉള്ളവരുത്ത മണ്ടം കണ്ട് ചത്തും പോയി. പിന്നെ ആ സ്ത്രീയെ ബസ് സ്റ്റോപ്പിൽ നിന്ന് വീട്ടിലോട്ട് വിളിച്ചോണ്ട് പോകുന്ന ഇവര് കണ്ടതുവാ. അതിനിപ്പോ എന്താ പ്രശ്നം? ടീച്ചറെ, ആ സ്ത്രീ ഒരു ഹിന്ദു. അവരിന്നലെ മരണപ്പെട്ടിരുന്നു. അവരുടെ കർമ്മങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ആ ഇളയ ആൺകുട്ടിയാണ്. ആ കുട്ടിയുടെ പേരെന്താ സ്കൂളിൽ കൊടുത്തിരിക്കുന്നത്? എന്തോ അമീറ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അവിടെയാണ് പ്രശ്നം. ഹിന്ദുവായ സ്ത്രീയുടെ മക്കളുടെ പേര് അമീൻ, അമീറ. ഇത് അയാൾ അവരെ മതം മാറ്റിയതിൽ യാതൊരു സംശയമില്ല. സംശയമല്ല രമേശേട്ടാ, അത് ഉറപ്പാ. ടീച്ചർ ആ സ്കൂളിലല്ലേ പഠിപ്പിക്കുന്നത്? പാർട്ടിയോട് കൂറ് കാണിക്കാനുള്ള ഒരു സമയമാണിത്. നിങ്ങൾ ആ പിള്ളേരുടെ ഡീറ്റെയിൽസ് ഒന്ന് ഈ പാർട്ടി ഓഫീസിൽ എത്തിക്കണം. ശരി രമേശേട്ടാ. അബ്ദു, ഈ കുട്ടികളുടെ കാര്യം വളരെ കഷ്ടമായല്ലേ? പടച്ചോൻ വിളിച്ച ആരായാലും പോയല്ലേ പറ്റൂ നായരെ. ഇവർക്കിപ്പം ഞാനുണ്ടല്ലോ. മോരിന്ന് ക്ലാസ് പോയില്ലേ? ഇവന് നല്ല സുഖമില്ലായിരുന്നു, വീട്ടിൽ കിടന്നോളാം ഞാൻ പറഞ്ഞതാ. ഞാൻ കടയിലോട്ട് പോന്നപ്പോ കൂടെ പോരണമെന്ന് ഒരേ വാശി. എന്നാ പോന്നോട്ടെന്ന് ഞാനും കരുതി. അതാ. അതേതായാലും നന്നായി. അവിടെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ വന്നിരിക്കുന്നതാ അല്ലേടാ മോനെ? മിടുക്കനായിട്ട് ഇരുന്നോണം. ഞാനും കൂടെ പോയിട്ട് വരാം.
ടീച്ചറെ ടീച്ചറുടെ ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് അല്ലേ അമീൻ? അവൻ്റെ സിസ്റ്റർ അല്ലേ അമീറ? അതെ. എന്താ ടീച്ചറെ? അല്ല ടീച്ചറെ, മിനിഞ്ഞാന്നാ അവരുടെ മുത്തശ്ശി മരിച്ചത്. സംസ്കാര ചടങ്ങ് നടന്നത് ഹിന്ദു ആചാരപ്രകാരവും. കുട്ടികൾ അവരുടെയാന്നാ പറയുന്നത്. പക്ഷേ കുട്ടികളുടെ പേരും നോക്കി. നിങ്ങളുടെയൊക്കെ പാർട്ടിയുടെ കണ്ണും കൊണ്ട് നോക്കിയാ അങ്ങനെയൊക്കെ തോന്നുള്ളൂ ടീച്ചറെ. ടീച്ചർക്ക് അവരുടെ ഡീറ്റെയിൽസ് തരാൻ പറ്റൂ? ആ 2ാമത്തെ രജിസ്റ്ററിലുണ്ടാവും. ഉപ്പുപ്പ. അബ്ദുക്ക, ടീച്ചറെ എനിക്കൊരു പേന വേണം. ഇപ്പൊ തരാം. അമീനെ ഇന്ന് ക്ലാസ്സിൽ കണ്ടില്ലല്ലോ, മോളെയും കണ്ടില്ലല്ലോ. അവന് തീരെ സുഖമില്ലാന്ന് പറഞ്ഞു. വയ്യെങ്കി പോകണ്ടെന്ന് ഞാനും പറഞ്ഞു. നാളെ മുതൽ ക്ലാസ്സിൽ വരണോട്ടോ, കേട്ടോ മോളു? ശരിയെന്നാ. മേടയെ കൊടുക്കണേ. പോവാണേ ടാറ്റ. എന്താ ടീച്ചറെ പോയ കാര്യം? അതെ, രമേശയുടെ മോളുണ്ടോ? അമ്പലം വരെ പോയതാ. പോരും. ടീച്ചർ ഓഫീസിലേക്ക് ഇരിക്കും. ഉമേഷേ പറ. രമേശേട്ടാ, ടീച്ചർ വന്നിട്ടുണ്ടേ. ഞാനിപ്പോൾ അങ്ങോട്ട് എത്തിയേക്കാം. ശരി, ആയിക്കോട്ടെ. ശരി. പുള്ളി എന്താ പറഞ്ഞേ? ഇപ്പോൾ വരാന്ന് പറഞ്ഞു. പറഞ്ഞ കാര്യം എന്തായി? സംശയത്തിന് വകയുണ്ട്. ആ കുട്ടികളുടെ അഡ്മിഷൻ ഒഫീഷ്യൽ ഒന്നുമല്ല, ഡീറ്റെയിൽസും കൊടുത്തിട്ടില്ല. ഹെഡ് മാസ്റ്ററുടെ സഹായത്തോടെ അബ്ദുക്കെ ലോക്കൽ ഗാർഡിയൻ ആക്കിയാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ആ പിള്ളേരുടെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് സംഗതി കൺഫേമാണ്. പിന്നെ ആ സ്ത്രീ മരിക്കുന്നവരെ പിള്ളേരെ സ്കൂളിൽ വിടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സ്കൂളിലോട്ട് പോകുന്നുമില്ല. അയാൾ ആ കുട്ടികളെ മതം മാറ്റിയെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ആ പിള്ളേര് കേരളത്തിന് പുറത്തുനിന്ന് വന്നാണെന്നല്ലേ അറിയാൻ കഴിഞ്ഞു. ഞാനിതിലൊരു സാധ്യത കാണുന്നുണ്ട്. നോക്കട്ടെ, സമയമോ പറയാം. അപ്പോ ശരി ടീച്ചറെ, പോയിട്ട് ഇത്തിരി ധൃതിയുണ്ട്. അമ്പലത്തിലെ തിരക്കിനിടെ ഇറങ്ങിയതാ. ശരിയെന്നാ, പോട്ടെ. പൗരത്വ നിയമം പാസ്സാകുന്നതോടെ അനധികൃത കുടിയേറ്റം തടയാനാകുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഇതിനുവേണ്ടി സംസ്ഥാനങ്ങളിൽ ദ്രുത പരിശോധന നടത്തി വരുന്നു. കേരളവും തമിഴ്നാടും ഒഴികെയുള്ള സംസ്ഥാനങ്ങൾ ഈ നിയമത്തെ അനുകൂലിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ ഇതൊന്നും അനുവദിക്കില്ലെന്ന് എനിക്കറിയാം. സർക്കാർ സ്ട്രോങ് ആയിട്ടൊന്നും യാതൊരു കാര്യമില്ല എന്റെ രാമേട്ട. അബ്ദുക്ക ഉള്ള നേരത്ത് പെട്ടിയും കിടക്കാൻ ബാക്കിയാ നോക്ക്. വല്ല പാകിസ്ഥാനിലേക്കോ ബംഗ്ലാദേശിലേക്കൊക്കെ പോകേണ്ടി വരും. നിന്ന് ചിലക്കാതടൂ. നിന്റെ അപ്പൂപ്പൻ കുമാരന്റെ കാലത്തിന് മുന്നേ എന്റെ വാപ്പയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ചോരയും നീരും കൊടുത്ത് നേടിയതായി നാടിന്റെ സ്വാതന്ത്ര്യം. ഇങ്ങനെയും പറഞ്ഞോണ്ടിരുന്നോ? ഇങ്ങനെ പറഞ്ഞ പലരും അങ്ങ് നോർത്തില് അനുഭവിച്ചുകൊണ്ടിരിക്കുക, അറിയോ? വാർത്തകളൊക്കെ കാണണ്ടല്ലോ അല്ലേ? ചുമ്മാ നിന്ന് ചിലക്കാതെ ഒന്ന് പോടാ അവിടുന്ന്. നിങ്ങളോടാന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല രാമേട്ടാ. നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ഇതവിടെ പോയി കിടക്കുമായിരുന്നു. ഞാൻ ആ രമേശ് ചേട്ടന്റെ അടുത്തൊന്ന് പോയതായിരുന്നു. എന്നാ വാ. ഇവന്മാർക്ക് ഇത് എന്നാത്തിന് കിടന്നെ ചേട്ടാ? അല്ലോ മക്കളായിരുത്. അവിടെ കത്തിക്കരുത്. അടുത്ത് വണ്ടി കിടക്കുന്നുണ്ടില്ലേ? അതിലെങ്ങനെ തീ പിടിച്ചാൽ അത് മുഴുവൻ കത്തിപ്പോവുകയല്ലേ? ഇതെല്ലാം കത്തുവോ? കത്തും കത്തും മക്കളെ, എല്ലാം കത്തിപ്പോവും. അങ്ങനെ കത്തി നല്ല രസായിരിക്കൂലേ? കത്തിക്കല്ലേ, അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞില്ലേ? അതിലെന്താണ് മോനെ രസം? നമ്മൾ മറ്റൊരാളുടെ സ്വത്തോ ജീവനോ നശിപ്പിക്കാൻ പാടില്ല. നമ്മൾ ഈ ദുനിയാവി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനാണ് പഠിക്കേണ്ടത്. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കുന്നൂന്നി എന്ന് പറഞ്ഞ അതിമനോഹരമായ ഗ്രാമത്തിലാണ്. ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ലൊക്കേഷനാണ്. നല്ല ഫോഗും മഞ്ഞും കാണാൻ തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണിത്. നല്ല സ്ഥലം കൊള്ളാം. കുട്ടികളൊക്കെ നടന്നു വന്നിട്ടുണ്ട്. ഇവിടെ അടുത്ത് സ്കൂളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സൈക്കിളിനെടുത്തുമ്പോൾ ഉണ്ടല്ലോ. ഓ വാവ്, അവിടെ ഒരു വളരെ ഇൻസ്പയർ ആയിട്ടുള്ളൊരു സംഭവം നടന്നിട്ടുണ്ട്. നമുക്ക് ആ കുട്ടിയെ ഒന്ന് പരിചയപ്പെടാം. നീ എന്തിനാ വേസ്റ്റ് എടുത്ത് ബാഗിൽ വെച്ചത്? ഇങ്ങനെ വേസ്റ്റ് ഒന്നും വഴിയിടരുത് എന്നല്ലേ രമ്യ ടീച്ചർ നമ്മളടുത്ത് പറഞ്ഞിട്ടില്ലേ? എൻ്റെ പേര് ഷെറീൻ എന്നാണ്. ഞാൻ യാത്രാ ബ്ലോഗൊക്കെ ചെയ്യുന്ന ആളാണ്. മോളുടെ പേരൊന്ന് പറയോ? എൻ്റെ പേര് അമീർ.
അമീറ. അപ്പോ അമീറ എന്ന് പറഞ്ഞ ഈ കുട്ടി മോള് ചെയ്തത് വളരെ മാതൃകാപരമായിട്ടുള്ള കാര്യമാണ്. പുതിയ തലമുറക്ക് പിന്തുടരാൻ പറ്റുന്നൊരു ശീലമാണ്. മോളെ ഏത് സ്കൂളിലാണ് പഠിക്കണേ? നമ്മളോട് കുന്നൂന്നി ഗവൺമെന്റ് ആരാണ് ഇത് ചെയ്യാൻ പഠിപ്പിച്ചത്? സ്കൂളിലുള്ള രമ്യ ടീച്ചർ. അപ്പോൾ രമ്യ ടീച്ചറാണ് കുട്ടികളെ ഇതേപോലത്തെ ശീലങ്ങൾ പഠിപ്പിച്ചത്. അപ്പോൾ വരും തലമുറക്ക് ഇതേപോലെയുള്ള ശീലങ്ങൾ വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ശരി മക്കളെ. അറിയില്ല. പടച്ചോൻ തന്നെ. അപ്പൊ ഗൈസ് നമ്മൾ പറഞ്ഞു വന്നതാണ്, ഇവിടുത്തെ സ്ഥലം പോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ മനസ്സും സുന്ദരമാണ്. ये लड़की को मैंने देखा है। कहाँ देखा? मालूम नहीं। कहाँ देखा? लड़की को मैंने देखा है। साहब മോളുടെ പേരൊന്ന് പറയൂ. അമീറ. അപ്പോ അമീറ എന്ന് പറഞ്ഞ ഈ കുട്ടി अहमद का बेटी है ना? वो आतंकवादी का बेटी है। वीडियो में कैसे आया? हाँ, ब्लॉगर का वीडियो है। हाँ। ആ ഞാനും ആ പ്രോഗ്രാം ടി വി കണ്ടായിരുന്നു. നമ്മള് കൊറേ ചിരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ. എങ്ങോട്ടാ? ക്ലാസ്സിലേക്ക്. അമ്മു നീ ക്ലാസ്സിൽ പോ. ഞാൻ നിന്നോടാ ചോദിച്ചത് എങ്ങോട്ടാ? ക്ലാസ്സിലേക്ക്. നീ എന്ന് മുതൽ ഇവിടുത്തെ സ്റ്റുഡന്റ് ആയത്? നിനക്ക് ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടോ? ടീച്ചറെ നമുക്ക് സംസാരിക്കാനുണ്ട്. മാഷ് ഒന്നും പറയണ്ട. മാഷാണ് ഇതിനെല്ലാം ഇവർക്ക് കൂട്ടു നിൽക്കുന്നത്. ടീച്ചറിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ അതിവിടെ നടക്കില്ല. എന്റെ പ്രശ്നം എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഇത് ഇവിടെ നടക്കില്ല. ഇവർക്ക് ഇവിടെ ലീഗലായിട്ട് അഡ്മിഷൻ കിട്ടില്ല. ഞാനത് റിപ്പോർട്ട് ചെയ്യും. ടീച്ചർ എങ്ങനെയാ ഈ സ്കൂളിൽ ജോലിക്ക് കയറിയെന്ന് എനിക്കറിയാം. വെറുതെ ആ നല്ല മനുഷ്യന്റെ പേര് കളയാനായിട്ട്. മോളെ ഒന്നേ, മോള് പോയാ ഒന്ന് സീല അമീൻ എന്നെ വിളിച്ചോണ്ടേ. കൂടെ ആ ചേച്ചിയുടെ ബാഗ് കൂടെ എടുത്തോണ്ട് വരാൻ പറയണം കേട്ടോ. പോയിട്ട് വാ. വാ മോനെ. വാ മക്കള് വിഷമിക്കണ്ട കേട്ടോ. നമുക്കേ ഇവിടെ ഒരു ഇൻസ്പെക്ഷൻ വരുന്നുണ്ട്. ഞാൻ അബ്ദക്കയോട് പറഞ്ഞിട്ടുണ്ട്. ഇനി മാഷ് വിളിക്കുമ്പോൾ നിങ്ങൾ സ്കൂളിലോട്ട് വന്നാൽ മതി കേട്ടോ. ഓക്കെ. ടീച്ചർക്ക് ഇപ്പൊ സന്തോഷമായി കാണുമല്ലോ അല്ലേ? ആ ആയി. എന്താ ചേച്ചി നമ്മളെ ആർക്കും ഇഷ്ടമല്ലാത്ത? ഇഷ്ടമല്ലെന്ന് ആര് പറഞ്ഞു? പിന്നെ എന്നാത്തിനാ നമ്മളോട് എല്ലാവർക്കും ദേഷ്യം? നമ്മുടെ അച്ഛനെയും കൊന്നു, അമ്മേനെയും കൊന്നു, ഇപ്പൊ അമ്മമ്മയും പോയില്ലേ. ദൈവത്തിന് പോലും നമ്മളെ വേണ്ട. നമുക്ക് ഉപ്പയും ജമീലാമ്മയും ഒക്കെ ഇല്ലേ? അവരും പോയാലോ? എന്റെ കൊച്ചിന് ചേച്ചിയുണ്ട്. ചേച്ചി മോനെ വിട്ട് എങ്ങും പോവില്ല കേട്ടോ. ആരേ അബ്ദു? ഞാനാണ് സാർ. നിങ്ങളുടെ ആരേ ഈ കുട്ടികള്? അത് നിങ്ങൾ ഈ കുട്ടികളെ കൊണ്ട് നിർബന്ധപൂർവ്വം പണിയെടുപ്പിക്കുകയാണെന്നൊരു പരാതി കിട്ടിയിട്ടുണ്ടല്ലോ. അയ്യോ സാർ, അങ്ങനെയൊന്നുമില്ല. ഈ കുട്ടികൾക്ക് രക്ഷകർത്താക്കൾ ആരുമില്ലേ? കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. കുറച്ചു ദിവസം മുമ്പ് അവർ മരിച്ചുപോയി. എന്തായാലും നിങ്ങൾ സ്റ്റേഷൻ വരെ വരണം. പോയി വണ്ടി കയറ്. സാറ് സാറ്
ജമീലത്താ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. അവർ കരുതിക്കുട്ടി ചെയ്ത പണിയാ അബ്ദുക്കായെ കൊടുക്കാൻ. പിന്നെ വേറൊരു പണി കൂടി വരുന്നുണ്ട്. കുട്ടികളെ അന്വേഷിച്ച് UP പോലീസ് തിരിച്ചിട്ടുണ്ട്. പൗരത്വമില്ലെന്ന കാരണത്താലാണ് ഈ കുട്ടികളുടെ മാതാപിതാക്കൾ അവർ കൊന്നളഞ്ഞത്. ഈ കുട്ടികൾക്കും പൗരത്വമില്ലെന്ന് അവർ വാദിക്കും. കുട്ടികളെ അവർ കൊണ്ടുപോയാൽ കൊന്നുകളയും. തൽക്കാലം കുട്ടികളെ ഞങ്ങൾ കൊണ്ടുപോവാം. അബ്ദുക്കായുടെ കേസിൽ ഇത് വീണ്ടും ദോഷം ചെയ്യും. പൗരത്വമില്ലാത്ത കുട്ടികളെ വീട്ടിൽ താമസിപ്പിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ്. പിന്നെ കുട്ടികളെ ഇവിടെ നിന്ന് മാറ്റിയ അബ്ദുക്കാന്റെ കാര്യം ഞങ്ങളേറ്റു. നിങ്ങളിപ്പോ ഇവിടുന്ന് പോ മക്കളെ. നിങ്ങളെ രക്ഷിക്കാനാ ഇവര് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോ ഇവിടുന്ന് പോണം മക്കളെ. പിന്നെ മലയാളം അറിയാൻ മേലാത്ത ആൾക്കാരെ വരുള്ളൂ. പിന്നെ ഇവിടെ അവന്മാർ വന്ന ഒരു കളിയും നടക്കത്തില്ല. അവന്മാർക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ലുക്ക് മിസ്റ്റർ അബ്ദു, നിങ്ങൾ ആ കുട്ടികളെ കൊണ്ട് ബാലവേല ചെയ്യിപ്പിച്ചോ? അത് ബാലവേലയൊന്നുമല്ല. അത് തീരുമാനിക്കേണ്ടത് കോടതിയാണ് മിസ്റ്റർ അബ്ദു. നിങ്ങളുടെ കടയിൽ ആ കുട്ടികൾ ജോലി ചെയ്തിട്ടുണ്ടോ? യെസ് ഓർ നോ? ഇവിടെ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം നൽകിയാൽ മതി. ആർഗ്യുമെന്റ്സ് ഒന്നും ഇവിടെ പാടില്ല. ജോലി ചെയ്യിച്ചു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കൽ, കുട്ടികളുടെ അവകാശ ലംഘനം, കുട്ടികളെ അനാവശ്യമായി തടഞ്ഞുവെക്കൽ എന്നിവയിൽ പ്രതി കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കാൻ പ്രതിഭാഗത്തിന് കഴിയാത്തതിനാലും പ്രതി കുറ്റം സമ്മതിച്ചതിനാലും പോലീസ് ആവശ്യപ്പെട്ടത് പ്രകാരം ഈ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തുകൊണ്ട് കോടതി ഉത്തരവിടുന്നു. നിങ്ങൾ വിഷമിക്കാതെ ഇരിക്കും. ഞാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തോളാം. എവിഡൻസ് ഇത്ര സ്ട്രോങ് ആയതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടേണ്ടി വന്നത്. ജാമ്യം കിട്ടി. ഞാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തോളാം. ആ മതി ബാബുവ. നമ്മുടെ അബ്ദുഖാനെ റിമാൻഡ് ചെയ്തല്ലേ? ശരിക്കും അദ്ദേഹം പിള്ളേരെ കൊണ്ട് ജോലി എടുപ്പിച്ചോ? സത്യത്തിൽ അബ്ദുക്കായുടെ സ്നേഹം കൊണ്ട് പിള്ളേര് വന്ന് സഹായിച്ചു കൊടുത്താ. പക്ഷെ പുള്ളിയുടെ കഷ്ടകാലത്തിന് ആരോ അത് വീഡിയോ എടുത്ത് കേസാക്കി. അതെങ്ങനെ ബാലവേലയാകുന്നത്? കോടതിക്ക് തെളിവല്ല പ്രാധാന്യം. അവിടെ സ്നേഹബന്ധത്തിന് ഒരു വിലയില്ലല്ലോ. കുട്ടികളെ കടത്തുകയും അപകടകരമായ സാഹചര്യത്തിൽ ജോലി ചെയ്യിക്കുകയും ചെയ്ത മധ്യവയസ്കൻ അറസ്റ്റിൽ. പൂഞ്ഞാർ കുന്നോന്നി സ്വദേശി അബ്ദുള്ളയാണ് അറസ്റ്റിലായത്. കുട്ടികളുടെ മുത്തശ്ശി എന്ന് കരുതിയിരുന്ന മധ്യവയസ്ക സ്ത്രീ ഇയാളുടെ വീട്ടിൽ വെച്ച് മരണമടയുകയും ഇതിൽ ദുരൂഹതയുണ്ടെന്ന് KJP ഏരിയ സെക്രട്ടറി രമേശ് ആരോപിച്ചു. കൂടുതൽ അന്വേഷണങ്ങൾക്കായി കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു. പത്രവാർത്തകൾ വായിച്ച് അപ്പടി വിഴുങ്ങുന്നവരാ നമ്മുടെ. സത്യവും ഇവിടെ ഈ പത്രവാർത്തയും തമ്മിൽ എന്ത് ബന്ധം?
ജമീല എന്താ ഇത്? നിങ്ങൾ വിഷമിക്കണം, അല്ല കൂടെ ഉണ്ട്. ജാമ്യം കിട്ടുമെന്ന് വക്കീല് പറഞ്ഞു. ഞാൻ വരട്ടെ. എല്ലാ ആൾക്കാർക്കും ഇതൊരു പാഠമാണ്, ഒരു പാഠമാണ് എല്ലാവർക്കും. എത്ര വന്നാലും മനുഷ്യൻ പഠിക്കത്തില്ല. ജമീലല്ലേ വരുന്ന നമ്മുടെ അബ്ദുക്കാട് ഭാര്യ. അതെ, വല്ല ആവശ്യം ഉണ്ടായിരുന്ന വഴിയെ പോയവരെ സംരക്ഷിക്കണ്ടേ? ജമീലാത്ത, കേസിന്റെ കാര്യമൊക്കെ എന്തായി? ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട് അവര്. ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ശരി. അവരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. ഇത്രയും പ്രായമായിട്ട് നടക്കുന്ന നടപ്പ് കണ്ട. ഇച്ചിരി തൊലിവെളുപ്പുള്ള പെണ്ണുങ്ങളെ കണ്ടപ്പോ ഇതൊന്നും ഓർത്ത് കാണത്തില്ല. പ്രായമെങ്കിലും മനുഷ്യനല്ലേ, ഇങ്ങനെയൊന്നും വരുമെന്ന് വിചാരിച്ച് കാണത്തില്ല. ആവശ്യമില്ലാത്ത വർത്താനാ നീ പറയുന്നത്. എടാ, നമ്മുടെ കവലയല്ലേ കാറെ കുറച്ച് ഹിന്ദിക്കാർ വന്നു കേട്ടല്ലോ. അവർ കുന്നോന്ന് ശേഷം എവിടെന്നാ ചോദിച്ചത്. ആരാന്നറിയോ? UP പോലീസോ മറ്റോന്നാ പറഞ്ഞേ. UP പോലീസോ? അവരെന്നെ ഇവിടെ വന്നേ? ഏതോ വിവാദ കേസിന് പിള്ളേരെങ്ങാണ്ട തപ്പി വന്ന. അപ്പൊ നമ്മുടെ നാട് ഫേമസ് ആവും. നമ്മളിപ്പോ ചെന്ന വെറുതെ ആവില്ലല്ലോ അല്ലേ? ഇത് തന്നെയാണോ വീട്? വാ, നമുക്ക് സംസാരിക്കാം. നമസ്കാരം. നമസ്കാരം. സംഭവങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? ഇവിടുത്തെ അമ്മുവിന്റെ കൂട്ടുകാരുടെ അച്ഛൻ ഒരു തീവ്രവാദിയാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ചിലപ്പോ അവളെ അന്വേഷിച്ച് പോലീസ് വരും. പക്ഷെ പേടിക്കണ്ട, ഞങ്ങൾ പറയുന്ന പോലെ കേട്ടാ മതി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചേട്ടാ. ഇവിടുത്തെ കൊച്ചും മറ്റേ കൊച്ചും ഒരു ബെഞ്ചിലിരുന്നാ പഠിക്കണേ. ആ കൊച്ചിന് ബോംബ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് നമ്മുടെ കൊച്ചിന്റെ ബാഗിൽ വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ആ കൊച്ച് ബസ്സിൽ കയറുന്ന നമ്മുടെ കൊച്ചും ഉണ്ടാവും. എന്തെങ്കിലും സംഭവിച്ച ഒരു സ്ഫോടനം ഉണ്ടായാൽ പിന്നെ നമുക്കൊക്കെ ഇവിടെ ജീവിക്കാൻ പറ്റുമോ? നാളെ നിങ്ങളൊരു രാജ്യദ്രോഹിയായി മാറും, അറിയോ? പറഞ്ഞ് മനസ്സിലാവുണ്ടോ? ചേച്ചിക്ക് മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് അവരായിട്ടുള്ള യാതൊരു ബന്ധവും നമുക്ക് വേണ്ട. ഓക്കെ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ശരിയാക്കാം കേട്ടോ. നീ മറ്റേ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ മുള്ളിനെ മുള്ളുകൊണ്ട് ഞങ്ങൾ എടുത്തോളാം കേട്ടോ. പോട്ടെ ചേച്ചി. ശരി എന്നാ. അബ്ദുക പേടിക്കണ്ട, ചില ലൂപ്പ് ഹോൾ ഞാൻ ഇതിൽ കാണുന്നുണ്ട്. ഉറപ്പായിട്ട് ജാമ്യം കിട്ടും, ധൈര്യമായിട്ടിരിക്കും. എന്നാ ഞാൻ പോയിട്ട് വരാം. അത് തന്നെ അങ്ങനെ തന്നെ കളിക്കണേ. അതെ, എടാ സൈഡിൽ ഇരിക്കുന്ന കോയിൻ ഇട്ട് റെഡ് ഫിനിഷ് ചെയ്യണം, നേരത്തെ ഫിനിഷ് ചെയ്യണം കേട്ടോ, നമ്മൾ താമസിക്കില്ല. കുട്ടികളെ ബാലവേല ചെയ്യിപ്പിച്ച കേസിൽ അറസ്റ്റിലായ അബ്ദുള്ളക്കെതിരെ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തുള്ള ആരോപണം. ഇതിനെ തുടർന്ന് പോക്സോ നിയമപ്രകാരം കേസെടുത്തു. ഈ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച ശ്രീ രമേശ് കുന്നോന്നി നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ രമേശ്, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഇത്തരത്തിൽ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്? കേൾക്കാം. 100% വാസ്തവമായ കാര്യമാണ്. ഇയാൾ കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നത് പ്രദേശവാസിയായ ഞാൻ പല തവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയാള് പീഡനത്തിനിരയാക്കിയ അമീറ എന്ന പെൺകുട്ടിയുടെ കൂട്ടുകാരി അമ്മു കൂടെ പഠിക്കുന്ന ആ കുട്ടീന്റെ സമ്മതം കൂടാതെ അയാളെ ദേഹത്ത് തൊടുന്ന ചിത്രം ഈ ചാനലിലൂടെ നിങ്ങൾ കണ്ടതാണ്. ഞാനൊരു പൊതുപ്രവർത്തകനായതുകൊണ്ട് മാത്രമല്ല, ഒരു മനുഷ്യനായതുകൊണ്ടാണ് ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത്. ഇതൊക്കെ ആ സ്കൂളിലെ കൗൺസിലിംഗ് ക്ലാസ്സിൽ നിന്നാണ് ലോകം ഈ നടക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തറിഞ്ഞത്. പിന്നെ ഇപ്പോ ഈ പീഡനത്തിനിരയാക്കിയ കുട്ടികളെ കാണാനില്ലല്ലോ.
ഇതൊക്കെ തെളിവ് നശിപ്പിക്കാനാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ തിരോധാനത്തിന്റെ പിന്നിൽ ഈ അബ്ദുക്ക എന്ന് പറയുന്ന ആളും അയാളും അംഗമായിട്ടുള്ള തീവ്രവാദ സംഘടനയാണ്. എനിക്ക് 100% ഉറപ്പാണ്. മുസ്ലിങ്ങളെ ഏതൊക്കെ തരത്തിൽ ഉപദ്രവിക്കാവോ ആ തരത്തിലൊക്കെ ദ്രോഹിക്കുകയാണ് അവർ. UP-യിൽ എന്താണ് സംഭവിച്ചത്? ഇറച്ചി വാങ്ങാൻ പോയ അഹമ്മദ് എന്ന യുവാവിനെ മാടിനെ തല്ലിക്കൊല്ലുന്നത് പോലെയാണ് അവർ കൊന്നത്. കൂടാതെ അയാളുടെ വീടിന് തീ വെച്ച് അയാളുടെ ഗർഭിണിയായ ഭാര്യയെ ചുട്ടുകൊന്നു. ഗുജറാത്തിൽ എന്താണ് സംഭവിച്ചത്? ഗർഭിണിയായ മുസ്ലിം യുവതിയുടെ വയറ്റിലേക്ക് ശൂലം കുത്തിയിറക്കി കുഞ്ഞിനെ പുറത്തെടുത്തു. ഇനിയെങ്കിലും നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ അവർ മുസ്ലിം ജനതയെ തന്നെ ഇല്ലാതാക്കും. ഇതിനെതിരെ നമ്മൾ പ്രവർത്തിക്കണം. ഇനിയും വൈകിക്കൂടാ, പ്രതികരിക്കണം. 2 അനാഥരായ കുട്ടികളെ സംരക്ഷിച്ചതിനാണ് ഇന്ന് ആ പാവ മനുഷ്യൻ ജയിലിൽ കിടക്കുന്നത്. ഈ കുട്ടികൾ വീണ്ടും അവരാൽ തന്നെ ആരുമില്ലാത്തവരായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 2 കുട്ടികളെയും നമ്മൾ ഏറ്റെടുക്കുന്നു. ഇനി നമ്മുടെ സംരക്ഷണയിൽ ഇവർ വളരട്ടെ. അബ്ദു എഴുന്നേക്കടോ. ഡോ അബ്ദു, അബ്ദു ഡോ ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലും ഓടി വരണേ. ഡോ ആരുല്ലേ? നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ അബ്ദുക്ക മരിച്ചുപോയി? എപ്പോ? ഇന്ന് വെളുപ്പിന് അസറിനും മകരവിനും ഇടയ്ക്ക് കബറടക്കം ഉണ്ടാവും. ഓ, വല്ലാത്തൊരു വിധിയായിപ്പോയി. നല്ലൊരു മനുഷ്യനായിരുന്നു, ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത മനുഷ്യൻ. ഇന്നലെ നീ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ നല്ലവൻ, ജീവിച്ചിരിക്കുമ്പോഴോ കൊള്ളത്തില്ല. ആ ജമീലത്ത, ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ പ്രയോജനം?
ഇത്ത വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. മക്കളെന്തേ? അബ്ദുക്ക മരിച്ച കാര്യം അവരറിഞ്ഞായിരുന്നോ? ഇല്ലേ? നീ അങ്ങോട്ട് ചെല്ലി, എനിക്കിതിരി കട്ടൻ കാപ്പി വേണം. കരഞ്ഞു കരഞ്ഞ് വല്ല അസുഖവും വരുത്തി വെക്കരുത് കേട്ടോ. കുറച്ച് കാപ്പി ഞാൻ ഇട്ടോണ്ട് വരാവേ. ആ ഇത്താ, പിള്ളേരത്തുണ്ട്. എൻ്റെ വീട്ടിലോട്ട് വരുന്നതെന്ന് ആരെങ്കിലും കണ്ടാ പിന്നെ അത് മതി. അതാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ, വേറെ ഒന്നുമല്ല. ആ ഇത്താ, പിന്നെ ഒരു കാര്യം, അബ്ദുക്കയുടെ കാര്യം പിള്ളേരോട് പറഞ്ഞിട്ടില്ല. അത് പറയണ്ട, അവർക്കത് വിഷമാവും. എന്നാ ചെല്ലേ. അമീൻ അടങ്ങിയിരുന്നേടാ. മക്കളെ ജമീലാമ്മേ, മക്കളെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഇവിടെ നിങ്ങൾ സുരക്ഷിതരല്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾക്കും അവരവരുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും നമ്മളെയൊക്കെ കരുവാക്കുമായിരുന്നു. ആ മായ ടീച്ചറും കൂട്ടരുമാണ് ഇതിന്റെ ഒക്കെ പിന്നില്. നമ്മളെ നശിപ്പിച്ചാലേ അവർക്ക് സമാധാനം ആവുള്ളെങ്കിൽ ആകട്ടെ. ആരുമില്ലാത്തവർക്ക് പഠിച്ചവരുണ്ടാകും. എന്റെ പൊന്നു മക്കളെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള കാര്യം നോക്ക്. അവ ജമീലാമ്മയോ? ജമീലാമ്മയുടെ കാര്യം ഒന്നും ഓർക്കണ്ട. എന്റെ മക്കളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക്. നിങ്ങളെ പഠിച്ചും കാക്കും. എനിക്ക് വേറൊന്നും പറയാനില്ല. എന്റെ മക്കളെ ഇങ്ങോട്ട് വാ. ഇവിടെ നിന്ന് ഇവരെയൊന്നും ഇങ്ങനെ വിട്ടാ പറ്റില്ല. ഒതുക്കേണ്ടവരെ ഒതുക്കണം. നമ്മുടെ നാടായത്. നമ്മളായിട്ട് ചുമ്മാ യാതൊരു കാര്യമില്ല. ഇല്ലെങ്കിൽ ഇവനൊക്കെ നാളെ നമ്മുടെ തല കയറിയിരിക്കുന്നേ. പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇതൊന്നുമില്ല ടീച്ചറെ, നമ്മൾ തന്നെ ചെയ്തോളാം. ടീച്ചർ ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. മാറ്റിട്ട് എത്തിക്കടോ. കാറിനെ കണ്ടില്ലേ? ആയിക്കോട്ടെ. ആ ശരി ടീച്ചറെ. ഇവനൊക്കെ ഒരു ബോധമില്ലാത്തവരെന്ന് വന്നോ. എന്ത് കഷ്ടം. ആ മായ ടീച്ചറും കൂട്ടരുമാണ് ഇതിന്റെ ഒക്കെ പിന്നില്. അഹമ്മദ് എന്ന യുവാവിനെ മാടിനെ തല്ലിക്കൊല്ലുന്നത് പോലെയാണ് അവർ കൊന്നത്. കൂടാതെ അയാളുടെ വീടിന് തീവെച്ച് അയാളുടെ ഗർഭിണിയായ ഭാര്യയെ ചുട്ടുകൊന്നു. അടുത്ത് വണ്ടി കിടക്കുന്നുണ്ടില്ലേ? അതിലെങ്ങനെ തീ പിടിച്ചാൽ അത് മുഴുവൻ കത്തിപ്പോവുകയല്ലേ? ഇതെല്ലാം കത്തുവോ? കത്തും കത്തും മക്കളെ, എല്ലാം കത്തിപ്പോവും.
മരണപ്പെട്ട അഹമ്മദ് ഖുറേഷിയുടെ മക്കളെ കേരളത്തിൽ നിന്നും കണ്ടെത്തി. കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന കൊലപാതകത്തിന്റെ കൂടുതൽ തെളിവെടുപ്പിനായി UP പോലീസ് കുട്ടികളെ ആവശ്യപ്പെട്ടു. മാത്രമല്ല, സ്കൂൾ അധ്യാപികയുടെ കാർ കത്തിച്ച കേസിലും കുട്ടികൾ പ്രതികളാണ്. നിയമ നടപടികൾക്ക് ശേഷം കുട്ടികളെ പോലീസിന് കൈമാറി. ഈ കേസിൽ പ്രതിയായ അബ്ദുൽ ഖാദർ കഴിഞ്ഞ ദിവസം ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരുന്നു. കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വാർത്തകൾ വിശദമായി. UP കലാപത്തിനിടയിൽ മരണപ്പെട്ട അഹമ്മദ് ഖുറേഷിയുടെ